ഹായ്, വെൽക്കം ടു ഇച്ചൂസ് 369 വ്ളോഗ്സ്. നിങ്ങൾ ഈ കാണുന്നത് കാവേരി പാർക്ക് എന്നറിയപ്പെടുന്ന ആനത്താവളമാണ്. വൺ ഡേ ഔട്ടിങ്ങിന് പറ്റിയ ഒരു അടിപൊളി സ്ഥലത്താണ് നമ്മൾ ഈ നിൽക്കുന്നത്. വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ കാവേരി പാർക്ക് വരുന്ന ഓരോരുത്തർക്കും ഒരുക്കുന്നുണ്ട്. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം വന്ന് 10 മണിയും ക്ലോസിംഗ് ടൈം വന്ന് 6 മണിയാണ്. കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും നമ്മൾ വരുന്ന ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ട്. പുറത്തുനിന്ന് ഫുഡൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇതൊരു ആനത്താവളം ആയതുകൊണ്ടാവാം ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. ഇതിന്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് ചാർജ് വന്ന് 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അങ്ങനെ ഞങ്ങൾ 2 പേർക്കും കൂടി 200 രൂപയാണ് ഇവിടെ കൊടുത്തത്. പിന്നെ ഇവിടെ ആന സവാരി എല്ലാം ഉണ്ട്. അപ്പോൾ ആന സവാരി ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് കൗണ്ടറിൽ വെച്ച് തന്നെ നമ്മളോട് അന്വേഷിക്കും. ഒരാൾക്ക് ആന സവാരി ചെയ്യണമെങ്കിൽ മുതിർന്ന ഒരാൾക്ക് 400 രൂപയും കുട്ടിക്ക് 300 രൂപയാണ് കേട്ടോ. നമ്മൾ അകത്ത് കയറി ചെല്ലുമ്പോൾ നമ്മളെ വരവേൽക്കാനായി ഇതാ ഇവൾ അവിടെ ഉണ്ടാകും. ഇവളുടെ പേര് ഗംഗ. ഇവൾ എപ്പോഴും ഒരു ഡാൻസ് മോഡിലാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം ഗംഗയെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു കേട്ടോ. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് പുള്ളിക്കാരി നല്ല ഫ്രണ്ട്ലി ആണ് എന്നുള്ളത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഗംഗയുടെ അടുത്ത് പോയി നിന്ന് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം, ഗംഗയുടെ അടുത്ത് തൊട്ട് നിൽക്കാം. അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല കേട്ടോ. അതിന് പ്രത്യേക ചാർജസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നൽകേണ്ടതില്ല. ഇതിനടുത്തായിട്ടൊരു പാർക്കുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നേരം ആ പാർക്കിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറേ റീൽസ് എടുത്തു. പിന്നെ ഈ ഇഷ്യൂസ് ഇരിക്കുന്നില്ലേ ഈ വാട്ടർ മെലൺ, അതൊക്കെ സിമെന്റിലാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ അവനെ ഞങ്ങളൊന്ന് പാർക്കിലൊക്കെ ഇരുത്തി കറക്കി അവിടെയൊക്കെ ഇരുന്നു. ഒരുപാട് സാധനങ്ങൾ അവർ സിമെന്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പക്ഷെ തടിയിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ തന്നെ കുറേ ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഈ കയറി പോകുന്ന സാധനം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കളിക്കുവാൻ ആനത്താവളം മുഴുവൻ വീക്ഷിക്കാനുള്ള സ്ഥലമായിരിക്കും എന്ന് കരുതി. പക്ഷെ ഗംഗ വന്നപ്പോഴാണ് എനിക്ക് കാര്യം കത്തിയത്. ആന സവാരിക്കുള്ള ആൾക്കാരെ ഇവിടെ നിന്നാണ് ഗംഗയുടെ പുറത്ത് കയറ്റുന്നത്. പിന്നെ ഞങ്ങൾ നല്ല ധൈര്യശാലികളായതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ പുറത്തൊന്നും കയറുന്നില്ല കേട്ടോ. പാവം ജീവിച്ചു പോട്ടെ. പിന്നെ ഇവിടെ ഒറിജിനലിനെ വെല്ലുന്ന കുറെ കൊത്തുപണി നിർമ്മിതികളുണ്ട് കേട്ടോ. ഇതെല്ലാം കാണാൻ നല്ല രസമാണ്. ഈ അരേനയല്ലേ, ഈ അരേന ശരിക്കും ഒരു കിണറാണ്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? അതുപോലെ ഈ അപ്പൂപ്പനെ ഇച്ചൂസിന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അടുത്തതായി ഇവിടെ ഉള്ളത് ഒരു അക്വേറിയം ആണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു അക്വേറിയം തന്നെയാണിത്. പിന്നെ ഉള്ളത് നമ്മുടെ എമ്മുവിന്റെ, ഓസ്ട്രിച്ചിന്റെ, ടർക്കിയുടെയൊക്കെ തൂവലുകളും അതിന്റെ മുട്ടകളും ഒക്കെയാണ് ഈ കാണുന്നത്. അത് മാത്രമല്ല കേട്ടോ, പഴയകാല കറൻസിയുടെയും നോട്ട്സിന്റെ ഒക്കെ ഒരു ശേഖരണം തന്നെ നമുക്കിവിടെ കാണാം. പിന്നെ നമ്മുടെ നേരം പോക്കിനായി ഇതുപോലെ കുറച്ച് ഗെയിംസ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് വിശപ്പൊക്കെ അടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കോഫി ഷോപ്പിലോട്ട് നേരെ പോയി. അവിടെ കുറച്ച് ഐറ്റംസ് ഈ ബോഡി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് ഐറ്റം പറഞ്ഞാലും നമുക്ക് തരും. അങ്ങനെ നമ്മൾ 2 ഷാർജ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. കൂടാതെ 2 സാൻഡ്വിച്ചും കൂടി ഓർഡർ ചെയ്തു. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല നീറ്റും ക്ലീനുമാണ് അവിടെ. ഒരു പൊടി പോലും നമുക്ക് അവിടെ കാണാൻ കഴിയത്തില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവിടുത്തെ കോഫി ഷോപ്പ് എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത്രയും വൃത്തി എനിക്ക് ഒരിടത്തും ഫീൽ ആയില്ല കേട്ടോ. അത് എടുത്ത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ ഇവിടെ ഇത്രയും ക്ലീൻ ആണ് എന്നുള്ളത്. ഇവിടെ ധാരാളം ഫോറിനേഴ്സ് വരുന്നത് കൊണ്ടാണ് ഇവർ ഇത്രയും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നത്. എന്തായാലും നമ്മൾ ഇനി പോകുന്നത് പാർക്ക് ഏരിയയിലോട്ടാണ് കേട്ടോ. പിന്നെ അവിടെ കണ്ട ഐ ലവ് ആനത്താവളം എന്ന ബോർഡിന്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ നേരെ പോയത് പാർക്കിലോട്ടാണ്. ഇവിടെ വരുമ്പോൾ, ആനത്താവളത്തിൽ വരുമ്പോൾ മുൻപിലും ഒരു പാർക്കുണ്ട്, ബാക്കിലും ഒരു പാർക്കുണ്ട്. അപ്പൊ ബാക്കിലെ പാർക്ക് നല്ല വലുതാണ്. അങ്ങനെ ഇഷ്യൂസ് അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്യും. പിന്നെ ഈ പാർക്കിന് അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ആനത്താവളം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഇവിടെ ഗടാഗടിയന്മാരായ 4 കൊമ്പന്മാരാണ് കേട്ടോ ഉള്ളത്. പക്ഷെ നമുക്ക് ഇപ്പൊ ഇവരുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം ഇവരെല്ലാം മതപ്പാടിലാണ്. ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായി നമുക്കൊരു ഗൈഡ് ഇവിടെ ഉണ്ട്. ഇതിന്റെ അടുത്തായി തന്നെ ഒരു ബേർഡ്സ് പാർക്ക് ഉണ്ട്. ഇനി നമുക്ക് അതിന്റെ വിശേഷങ്ങളിലോട്ട് പോകാം. కంబళి పూచి తంగచ్చి అల్లి మలర్ కొడి అంగదమే ఒట్టార ఒట్టార సందనమే ముల్ల మలర్ కొడి ముత్తారమే ఎంగూరు కుత్తాళమే తురుక పయ్యమా మెత్తల మటయమా చొమంద కయ్యమా మత్తల మొట్టయమా తాయమా తాయమా ఎన్న బన్నమాయమా పల్లియమా వేరాండి సంగదియ గురాండి కన్నడి. തിരിച്ചു പോകാൻ നേരത്തെ ഇച്ചൂസിന് ഒരു ആഗ്രഹം, നമ്മുടെ ഗംഗയ്ക്ക് പഴം കൊടുക്കണമെന്നുള്ളത്. അങ്ങനെ അവ ഒരു കുട്ട പഴമൊക്കെ വാങ്ങിച്ച് പോവുകയാണ് നമ്മുടെ ഗംഗയുടെ അടുത്തോട്ട് പഴം കൊടുക്കുന്നതിനായി. ഇവൻ കൊടുക്കുമെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അവിടെ ചെന്ന് കാണാം. ഇവൻ കൂടെയായിട്ട് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും കൊടുക്കുന്നത് തന്നെ കരുതി കേട്ടോ. പക്ഷെ അവിടെ ചെന്ന് ഗംഗയെ കണ്ടപ്പോൾ ഇവൻ കാലങ്ങ് മാറി. ഇവൻ പേടിച്ചു പോയി.
പിന്നെ കൊടുക്കുന്നില്ല എന്നുള്ള നിർബന്ധമായി അതോടെ ഇക്കാൻ കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഗംഗയ്ക്ക് പഴവും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ സ്പോട്ട് പറഞ്ഞില്ല അല്ലേ ഇത്രയും നേരമായിട്ട്. ഇത് മറ്റൊരിടത്തുമല്ല, നമ്മുടെ കൊല്ലത്തിനും ട്രിവാൻഡ്രത്തിനും ബോർഡറായിട്ട് വരുന്ന പനവൂരിന് അടുത്തുള്ള പൂതക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കുക. ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. ഒരു വൺ ഡേ ഔട്ടിങ്ങിന് പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ ആനത്താവളം. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.